വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ്. ഞാനിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് പൈനാപ്പിൾ വെച്ചിട്ട് ഒരു പുഡിങ്ങാണ്. അതിന് പൈനാപ്പിൾ ഞാൻ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ വിളയിക്കണം. ആദ്യം പൈനാപ്പിൾ അതിലിട്ടു. അതിന് കുറച്ച് പഞ്ചസാര ഇടണം. ഒന്ന് വിളയിച്ച് പൊടിയാക്കണം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ട് ശരിയായിട്ടുണ്ട്. അത് നീക്കി വയ്ക്കുക. പിന്നെ നമ്മളൊരു പാത്രത്തിൽ 2 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അത് നന്നായി തിളച്ചിട്ട് പിന്നെ ബാക്കിയുള്ളത് ചെയ്യാം. അപ്പോൾ ഞാൻ അടുപ്പത്ത് പാല് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ അടുപ്പത്ത് ഞാൻ ചൈന ഗ്രാസ് ഇത് അലിയിക്കണം. അപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. അത് നന്നായിട്ട് അലിയണം. ചൈന ഗ്രാസ് ഞാൻ അലിയിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 5 ഗ്രാം ചൈന ഗ്രാസ് എടുത്താണ് കേട്ടോ 2 ഗ്ലാസ് പാലിന്. നമുക്ക് നീക്കി വയ്ക്കാം. പാല് തിളച്ചു. അപ്പോൾ ഞാൻ അതിലേക്ക് 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഞാൻ പാലിൽ കലക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലിടുന്നു. വീത്തി പോലെ പഞ്ചസാര 1 കപ്പ് പഞ്ചസാര ഈ പാത്രത്തുകൊണ്ട്. നമ്മൾ ഇത് ചൈന ഗ്രാസ് ആക്കി വെച്ചിട്ടില്ല, അത് ഇതിൽ വീത്താം. ഇത് നല്ലോണം ഇളക്കണം. നല്ല പോലെ ഇളക്കണം. നമ്മൾ പാല്, ചൈന ഗ്രാസ്, പഞ്ചസാര, അതുപോലെ 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡറും ഇട്ട് ഇളക്കണം. അത് നന്നായിട്ട് കുറുകണം. അപ്പോൾ നമ്മൾ വെച്ച കൂട്ട് നന്നായിട്ട് കുറുകി. അതിൽ ഞാൻ കുറച്ച് ബട്ടർ ഇടുന്നുണ്ട്. പിന്നെ ഇത് നന്നായിട്ട് തണുക്കണം. നല്ല പോലെ തണുത്തിട്ട് വേണം നമ്മളത് സെറ്റാക്കാൻ. അപ്പോൾ നമുക്കത് തണുപ്പിക്കാനായിട്ട് വെക്കാം. ഗ്യാസ് ഓഫാക്കട്ടെ. അടുപ്പത്ത് വെച്ച പാല് ഇറക്കി വെച്ച് നന്നായി അത് തണുത്തു. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു തുണ്ട് ബട്ടർ എടുത്തിട്ട് ഈ പാത്രത്തിലൊന്ന് എല്ലാ ഭാഗത്തേക്ക് ആക്കാം. ഇതിൽ സെറ്റ് ചെയ്യാനുള്ളതാ. ഞാൻ കുറച്ച് പൈനാപ്പിൾ ഇതിലിടാം. പൈനാപ്പിളിന് പകരം മാങ്ങ ഏതായാലും നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഒഴിക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പൈനാപ്പിളും കൂടി ഇതിൻ്റെ മുകളിൽ ഇടാം. 10 മിനിറ്റ് പുറത്ത് വെച്ചു. ഇത് മുകളിലൊന്ന് സെറ്റാക്കാനായിട്ട്. അല്ലെങ്കിൽ അത് താഴ്ന്നു പോവില്ല നമ്മൾ ഇടുമ്പോൾ.
അതുപോലെ ബദാം അണ്ടിപ്പരിപ്പൊക്കെ ഇടാം. ഇപ്പം ഞാൻ ബദാം കുറച്ച് ചെറുതാക്കി ഇടുന്നുണ്ട്. നമ്മളിത് സെറ്റാവാനായിട്ട് പുറത്ത് ഒരു 2-3 മണിക്കൂർ വയ്ക്കാം. അപ്പോൾ നമുക്ക് തണുപ്പിച്ച് കഴിക്കണമെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വയ്ക്കാം. നമ്മുടെ പൈനാപ്പിൾ പുഡിങ് ഞാൻ 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചു. ഞാൻ പുറത്തേക്ക് എടുത്തു. ഇപ്പോൾ നല്ല കട്ടിയായിട്ടുണ്ട്, പുഡിങ്ങിൻ്റെ രൂപത്തിലിട്ടാണ്. അതുപോലെ നിങ്ങൾ എൻ്റെ റെസിപ്പി വെച്ചിട്ട് വീട്ടിൽ ചെയ്ത് നോക്കിയോളൂ. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.